എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എടുത്തതെന്ന് പറഞ്ഞാൽ വൈഫാണ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. വൈഫ് തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. സെൻറ്റ് റീത്ത സ്കൂളിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്നൊരു നിലപാട്, ടീച്ചേഴ്സല്ല PTA പ്രസിഡൻറ്റിനാരും പറയേണ്ടവരും, അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്. പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. അപ്പം നാളെ എൻ്റെ മക്കൾക്ക് ഹിജാബ് ധരിക്കണം എന്നൊരാവശ്യം എന്നോട് പറയുകയാണെങ്കിൽ ആയിരിക്കണം അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ പറയാൻ അതും ഒരു സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ജാതിപരമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി, അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടും ഇല്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിലാണ് ഞങ്ങളിത് മുന്നോട്ട് വെക്കുന്നത്. ആശങ്കപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കും നാളെ ഇതേപോലെ ഹിജാബ് ഇടണം എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കോൺവെൻറ്റ് സ്കൂളിൽ പ്രത്യേകിച്ചും അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 ആൾക്കാരാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും ഈ സിസ്റ്റർ വിളിച്ചപ്പോൾ എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ ഹിജാബ് ഇടുന്നതിന് അവിടെ ഒരു വിലക്കില്ല, നാളെ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്കൂളായിരിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. സംരക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതെ, ഇപ്പം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് വിചാരിച്ചാൽ, ഇതൊരിക്കലും നമ്മൾ ഒരു പ്രശ്നം വന്നെന്ന് വിചാരിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഇത് 2ഉം കന്യാസ്ത്രീകളാണ്. അപ്പോൾ അതിൽ ഒരു കൂട്ടരോ അല്ലെങ്കിൽ ഒരു സ്കൂളോ അതിൻ്റെ മാനേജ്മെൻറ്റോ തീരുമാനം എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കന്യാസ്ത്രീ തന്നെയാണ് ഇത്രയും നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് മാറാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, അതിനെ എതിർക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇപ്പോൾ സെൻറ്റ് റീത്താസിലെ വിവാദം ഇപ്പോൾ കോടതി കയറിയിരിക്കുകയാണ്. കോടതി അന്തിമ തീരുമാനം വരാനിരിക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിലാണ് ഇപ്പോൾ TC വാങ്ങാനുള്ള തീരുമാനത്തിൽ ഉറച്ചിക്കുക. അതെ, തീരുമാനത്തിൽ ഉറച്ചു. ഞങ്ങൾ TCയുടെ കൊടുത്തു. ആദ്യം ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് ഞങ്ങൾ പോയി എല്ലാം ശരിയാക്കിയതാണ്. ഞാനീ പറഞ്ഞ സ്കൂളിൽ, പുതിയ സ്കൂളിൽ, ആ സ്കൂളിൽ നിന്ന് പിന്നെ ആ സിസ്റ്ററിൻ്റെ നല്ലൊരു നിലപാട് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ TC മേടിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ TC കൊടുത്തു. 2 വർക്കിംഗ് ഡേയ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് TC കിട്ടും. സ്കൂളിൽ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കണം എന്നത് കോടതി ഉത്തരവിട്ട് ഇപ്പോൾ സ്കൂളിൽ അത് അംഗീകരിക്കാൻ തയ്യാറായാൽ, സെൻറ്റ് റീത്താസ് അംഗീകരിക്കാൻ തയ്യാറായാൽ പിന്നീട് അവർ നിലപാട് മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഞങ്ങൾ TC മേടിച്ച് മാറാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപേക്ഷിച്ചില്ലേ TCക്ക്? എന്തായിരുന്നു സ്കൂൾ അധികൃതർ എന്തെങ്കിലും പറഞ്ഞിരുന്നു ബന്ധപ്പെട്ട്? ഇല്ല, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് TC എഴുതി മേടിക്കുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പേഴ്സണലിന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള തീരുമാനമാണ് ഇത്. ആരുടെയും ഒരു കമ്പൽ ചെയ്തിട്ടുള്ളൊരു തീരുമാനമൊന്നുമല്ല. ഞാനും എൻ്റെ ഭർത്താവും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചൊരു തീരുമാനമാണ്. അത്രമാത്രം സ്കൂൾ അധികൃതർ ആ കാര്യം പറഞ്ഞു. അവർ അത് ഓക്കെ പറഞ്ഞു. നമ്മുടെ തീരുമാനം അതാണെങ്കിൽ ഓക്കെ എന്നാണ് അവരും പറഞ്ഞത്. PTA പ്രസിഡന്റ് എടുത്ത നിലപാടാണോ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്? അതെ, PTA പ്രസിഡന്റും അവിടുത്തെ പ്രിൻസിപ്പളും നമുക്ക് പറഞ്ഞ അതായത് ആ കുട്ടിയുടെ കാര്യത്തിലാണ് ഞാൻ കൂടുതലും പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഒരു ഹിജാബ് ഇട്ട് വന്ന് ഒരു കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഒരു ഭയം ജനിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയണ്ടായി. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയത്. അങ്ങനെ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമൊന്നും, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്, നമ്മളന്നും തട്ടമിടുമായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ പഠിച്ച ഒരു കുട്ടികൾക്കും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് ആർക്കും ഇപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് ഉള്ളത് കൂടുതലും മറ്റുള്ള ജാതിയിലെ ആൾക്കാരാണ്. നമ്മളിപ്പോഴും ആ ഒരു സൗഹൃദം നിലനിർത്തുന്ന ആൾക്കാരുമാണ്. പുതിയ സ്കൂളിലേക്ക് എപ്പം പറഞ്ഞേക്കും കുട്ടികളെ? അത് അഡ്മിഷൻ ശരിയായ ഉടനെ തന്നെ അങ്ങോട്ട് മാറ്റും. ഈ ആഴ്ച അഡ്മിഷൻ നടപടികൾ പൂർത്തിയാവുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? അത് നമുക്ക് TC ഇട്ട ഉടനെ തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.